ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ കോഴിക്കോട് നാട്ടിലെ അതുപോലെ തന്നെ മലപ്പുറം ഒരേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ് കോഴിക്കോട് മലപ്പുറമൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം റെസിപ്പികളാണെന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പണ്ട് ചെറുതിലൊക്കെ തിന്ന് വന്ന ഒരു കോംബോ ആണ് കേട്ടോ. നെയ്ച്ചോറ് അതുപോലെ തന്നെ ചക്കരമാങ്ങ, വെണ്ട മുളകിട്ടത്, ബീഫ് ഇഷ്ട്. ഇത് നമ്മുടെ നാട്ടിലൊരു മെയിൻ സാധനമാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വന്നാലും അതേപോലെ തന്നെ ഞായറാഴ്ചകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കോംബോ ആണ് ഈ ഒരു ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തതാണ്. സുലൈഖ പി എന്നാണ് ഐഡിൻ്റെ പേര് കണ്ടത് കേട്ടോ. എൻ്റെ നാട്ടുകാരിയാണെന്ന് തോന്നുന്നു, അല്ലാണ്ട് ഇപ്പോൾ ഇതറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും, പക്ഷെ മറന്നു പോയതായിരിക്കും ഈ ഒരു കോംബോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ബീഫിൻ്റെ ഇഷ്ടമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബീഫ് ഇഷ്ടം എന്നാണ് ഇതിന് പറയുക, ബീഫ് സ്റ്റ്യൂ ആണ്. അപ്പോൾ അതായത് ഒരു കുക്കറിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറഞ്ഞ ക്വാണ്ടിറ്റി എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അതിലേക്ക് ഒരു വലിയ സൈസുള്ള ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. കളറൊന്നും അധികം മാറണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതാ ഈ ഒരു പാകത്തിൽ മതി കേട്ടോ. ഇങ്ങനെ മതി, ഒരുപാട് അങ്ങ് കളർ മാറിപ്പോരുത്, നമ്മളെ ഇഷ്ടത്തിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ അതിലേക്ക് ഇനി എരിവിന് അനുസരിച്ച് കുറച്ച് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർക്കേണ്ടത്. കാരണം ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകും കുരുമുളകും മാത്രമാണ് ഇതിൽ ചേർക്കുക. അപ്പോൾ 5-8 പച്ചമുളക് ചേർക്കണതാണ് നല്ലത്. 1 കിലോ ബീഫാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ചമുളകും ചേർത്ത് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡറാണ്. ഇതുണ്ടാക്കുന്ന ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ അത് നോക്കിയാൽ മതി. നിങ്ങൾ ഏത് ബിരിയാണി മസാല പൗഡറാണോ യൂസ് ചെയ്യുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടി കുറച്ച് കുരുമുളക് ചതച്ചതുമാണ്, പൗഡറല്ല ചതച്ചെടുത്ത് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും മാത്രമാണ് നമ്മൾ ഈ ഒരു ബീഫ് ഇഷ്ടിൽ ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മളെ ബീഫാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. എല്ലോട് കൂടിയുള്ള കുറച്ച് ബീഫാണ് നല്ല കേട്ടോ. നെയ്യൊക്കെ ഉള്ള ഒരു നല്ല എന്താ പറയുക, നെയ്യും പാടയൊക്കെ ഉള്ള ബീഫ് എന്ന് അറിയില്ല, അങ്ങനത്തെ ബീഫാണ്. 1 കിലോ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗ്രേവിയൊക്കെ ഈ ഒരു ബീഫിൻ്റെ മേലെ നന്നായിട്ട് പൊതിഞ്ഞ് വരുന്ന രീതിയിൽ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് വൈറ്റ് കളർ ആകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഈ ഒരു ബീഫിലേക്ക് ആവശ്യത്തിന് ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി കുറച്ച് വെള്ളമാണ്. ആ ഒരു ബീഫിൻ്റെ അതേ രീതിയിൽ നികക്കെന്നൊക്കെ പറയില്ല നമ്മൾ, ആ ഒരു അതേ ലെവലിൽ വരുന്ന വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ നല്ല പുളിയുള്ള തൈരോ ആണ് ചേർക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർക്കുന്നത്. ഇത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും കൂടെ ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു കുക്കറിൽ 2 ഉരുളക്കിഴങ്ങും ഒരു വലിയ സൈസുള്ള ഒരു ക്യാരറ്റും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വെള്ളം വേണ്ട, വേവിച്ചിട്ട് അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേവിക്കണം കേട്ടോ. ഒരു 5-6 വിസിലെന്തെങ്കിലും വരുന്നവരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത ഈ ഒരു ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേറെ വേവിച്ച് ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭയങ്കര കട്ടിയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറും. ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി തന്നെ കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ നല്ല കട്ടി തന്നെ എടുത്തതാണിത്. അപ്പോൾ അത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ലൂസായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, വല്ലാണ്ട് അങ്ങ് തിക്കാക്കി എടുക്കരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കറീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യണ പോലെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചിട്ടോ അല്ലെങ്കിൽ ക്രീം അരച്ചിട്ടോ ഒന്നും തന്നെ ചേർക്കൂല. ഈ ഒരു തേങ്ങാപ്പാൽ മാത്രമാണ് നമ്മൾ ചേർക്കട്ടോ. ഒരു നല്ലൊരു ടേസ്റ്റാണ്. പഴയ രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്, അല്ലാണ്ട് ഇപ്പോഴത്തെ രീതിയിലേക്ക് മാറ്റം വരുത്തിയിട്ടില്ല. നമ്മളെ തറവാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള ബീഫ് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ തളിച്ചതിൻ്റെ ശേഷം ഞാനത് ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ചക്കരമാങ്ങയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഒരു എന്താ പറയുക, നല്ലൊരു പഴയകാല ഫീലിംഗ് ഒക്കെ വരുന്നൊരു സാധനമാണ് ഈ ഒരു ചക്കരമാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെടുക്കേണ്ട മാങ്ങ എന്ന് പറയുന്നത് പച്ചമാങ്ങ തന്നെയാണ്, പക്ഷേ കുറച്ച് ഇളം പഴുപ്പ് വന്നതായിരിക്കണം. ചനച്ച മാങ്ങ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ മാങ്ങയാണ് എടുക്കുക കേട്ടോ. അല്ലാണ്ട് നല്ല പുളിയുള്ള മാങ്ങ ഇതിനെടുക്കൂല, നല്ല ചെറിയൊരു മധുരമുള്ള ഒരു മാങ്ങയാണ് എടുക്കുക. അങ്ങനത്തെ 2 മാങ്ങ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തൊലി കളയണോ കളയേണ്ടതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഇവിടെ കിട്ടുന്ന മാങ്ങക്ക് അതിൻ്റെ തൊലിക്ക് ചെറുതായിട്ടൊരു കയ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊലി കളഞ്ഞത്. അപ്പോൾ അത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പേസ്റ്റ് ആക്കിയിട്ടോ ചതച്ചിട്ടോ ഒക്കെ ചേർക്കട്ടോ. പിന്നെ വേണ്ടി ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഉലുവ പൊടിച്ച പൊടിയാണ്, ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ.
അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട കായപ്പൊടിയാണ്, അതും ഒരു 1/4 ടീസ്പൂൺ. ഇത്രയാണ് ഇതിൽ പൊടികളുള്ളൂ. ഇതൊക്കെ നമ്മൾ തീ കത്തിക്കുന്നതിൻ്റെ മുന്നേ ചേർത്ത് കൊടുത്തിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടിയ വെള്ളമാണ് കേട്ടോ. ആ ഒരു മാങ്ങൻ്റെ താഴെ വരുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഏകദേശം ആ ഒരു കണക്കിൽ അങ്ങനെ ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ കത്തിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയാണ് തീ കത്തിക്കേണ്ടത്. എല്ലാ സാധനവും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ചേർത്ത എല്ലാ സാധനവും ഒരേപോലെ ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഇത് ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഈ ഒരു മാങ്ങയിലേക്ക്. പിന്നെ പറയാനുള്ളത്, പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോകുന്ന മാങ്ങ ഇതിനെടുക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു എല്ലാ ഇതും നമ്മൾ മാങ്ങയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത്. ഒരുപാടങ്ങ് വറ്റിക്കേണ്ട, എന്നാൽ ഓൾമോസ്റ്റ് വറ്റി എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനിയിലേക്ക് മധുരം ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടിയത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചക്രമാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ റെഡിയല്ലേ എന്നുള്ളത്. അപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ വേണ്ടത് 2 ചെറിയ കട്ട ശർക്കര ഞാൻ അലിയിച്ച് ചേർത്തതാണ് കേട്ടോ, കുറച്ച് വെള്ളത്തിൽ. ചെറിയ പീസാണ്, ചെറിയ അച്ചില്ലേ, നമ്മൾ 2 അച്ച് എന്ന് പറയുന്നത്, അങ്ങനത്തെ 2 അച്ചാണ് ഞാൻ ഉരുക്കിയെടുത്തത്. ആ ഒരു ശർക്കരയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ശർക്കര നമുക്ക് വെന്ത് കിട്ടണം കേട്ടോ. ശർക്കര ഇങ്ങനെ പച്ചക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ എടുക്കാനൊന്നും പറ്റില്ല, അതൊന്ന് വേവിച്ചെടുക്കണം. ശർക്കരക്കും ഒരു വേവുണ്ട്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ശർക്കര ഒന്ന് വേവണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം വേവിക്കുക. അപ്പോൾ അത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മളെ ചക്കരമാങ്ങ ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇനി ഇതിന് വറവിടാണ് വേണ്ടത്. അടിപൊളി ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഇന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്നൊക്കെ എടുക്കലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇതുപോലെ ഈ ഒരു ചക്കരമാങ്ങ ഒരാഴ്ച വരെയൊക്കെ കേടാവാണ്ട് നിൽക്കും കേട്ടോ. ഒന്ന് ഡെയിലി രാത്രി ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. ഒന്ന് കേടാവൊന്നുമില്ല. കേടാവുന്ന ഒരു പൊടിയും ഇതിലില്ല. അതാണ്, കുറേ നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അതിലേക്കൊരു വറവിട്ട് കൊടുക്കണം. ഞാനതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ഉണക്കമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു വറവിട്ടത് നമ്മളെ ചക്കരമാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മളിത് ശർക്കര വെച്ചിട്ടും അതേപോലെ തന്നെ പകരം പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ. രണ്ടും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ശർക്കരയാണ് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പോൾ അത് അടുത്തത് നമ്മൾ വെണ്ട മുളകിട്ടതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. അതിലേക്ക് ഉള്ളി അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടിയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് എടുത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ, ഒരുപാട് വഴറ്റണ്ട, ഇങ്ങനെ ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയും കുറച്ച് കരിവേപ്പിലയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെണ്ടക്കൻ്റെ അളവ് പറയുകയാണെങ്കിൽ 150 ഗ്രാമാണ് ഈ ഒരു വെണ്ടക്കുള്ള അരിഞ്ഞതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. എന്നിട്ട് ഈ ഒരു വെണ്ടക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെണ്ടക്ക വഴറ്റുന്ന സമയത്ത് അതിൽ കുറച്ച് കൊഴുപ്പ് വരും. ആ ഒരു കൊഴുപ്പ് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു വെണ്ടേൻ്റെ കളറും പോവില്ല, എന്നാൽ ആ ഒരു കൊഴുപ്പ് പെട്ടെന്ന് മാറി കിട്ടും. അപ്പോൾ അത് വെണ്ടയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് ഒരു ഓൾമോസ്റ്റ് പകുതിയിലധികം വെണ്ട വെന്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കൊഴുപ്പൊക്കെ മാറിയിട്ടുമുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അതിന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി പൊടികളാണ്. ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് ഗരം മസാലൻ്റെ പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. ഇത്രയിൽ പൊടികളുള്ളൂ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു പൊടികളെ പച്ചമുളക്കൊന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പുളി അങ്ങനെ ഒരുപാട് വേണ്ട, ചെറിയൊരു പീസ് ഇട്ട്, നാരങ്ങ വലുപ്പത്തിലൊന്നും എടുക്കണ്ട. അതിലും ചെറുതെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ചധികം വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുളി കുറച്ചാണ് ഒഴിക്കുക, ബാക്കി നമ്മൾ വെള്ളമാണ് ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു വെണ്ടക്ക മുളകിട്ടെന്ന് പറഞ്ഞാലും ഒരുപാട് കട്ടിയിലെടുക്കുന്ന ഒരു കറിയല്ല കേട്ടോ, ചെറുതായിട്ടൊരു ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇപ്പോൾ വെണ്ടക്കയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് വെണ്ടയിൽ ഇനിയും ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്താണ്, എന്നാലും കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് വറ്റിയാൽ മതി, ഒരു 5 മിനിറ്റ് നേരം. അത് സാധാരണ നമ്മൾ വിറകടുപ്പിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക.
ഇനിയിപ്പോൾ അതടുത്ത് നമ്മൾ നെയ്ച്ചോറ് ലാസ്റ്റാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഞാനങ്ങനെ കൂമിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു നെയ്യൊന്ന് മെൽറ്റ് ആവട്ടെ. ബാക്കിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കട്ടെ, ഏതായാലും പ്രശ്നമില്ല. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി ഉള്ളി അരിഞ്ഞതും കുറച്ച് ഗ്രാമ്പു, അതേപോലെ തന്നെ കുറച്ച് ഏലക്കായി, പിന്നെ കുറച്ച് പട്ട, ഇത്രയാണ് എടുത്തത്. അരമുറി ഉള്ളി മതിയേ. ഇനിയിപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം കേട്ടോ. കളർ മാറാൻ പാടില്ല. കളർ മാറിയാൽ നമ്മളെ നെയ്ച്ചോറിൻ്റെ ആ ഒരു വൈറ്റ് കളർ അങ്ങ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഉള്ളി വാടരുത് എന്ന് പറയുന്നത് കേട്ടോ. ചെറുതായിട്ട് എന്നൊരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇതായിപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി കൊണ്ടുവന്ന കൈമ റൈസ്, ജീരകശാല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 കപ്പാണ് ഞാനിവിടെ അരി എടുത്തത്. അത് സോക്ക് ചെയ്യൊന്നും ചെയ്യരുത്, ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് ഊറ്റി കൊണ്ടുവന്നതാണ്. എന്നിട്ട് അത് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ വഴറ്റിയിട്ടും വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ വഴറ്റാണ്ട് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളത്തിൽ വെച്ച് നേരിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും വേവിക്കും കേട്ടോ. ഏത് രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വറുത്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അരിൻ്റെ 1.5 ഇരട്ടിയാണ് വെള്ളം എടുക്കുക കേട്ടോ. 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ് വേണ്ടത്. ഇപ്പോൾ അത് നന്നായിട്ട് ആ ഒരു തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഓരോ അരിക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചില അരിയൊക്കെ ആണെങ്കിൽ 1.5 ആയിരിക്കില്ല, ചിലപ്പം ഒരു 2 കപ്പ് എന്നുള്ള രീതിയിൽ തന്നെ വെള്ളം വേണ്ടി വരും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കുക, ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ ചോറ് വെക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ച് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു വേവിക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചില ആൾക്കാർ ഈ ഒരു ക്യാരറ്റിൻ്റെ കൂടെ തന്നെ പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർക്കണത് കാണാം കേട്ടോ. ഞാൻ ചേർക്കലില്ല, ഞാനിത് മാത്രമേ ചേർക്കലുള്ളൂ. ഇനിയിപ്പോൾ ലേശം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളെ എല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നെയ്ച്ചോറ് ഇതാ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറാണ്. ഈ ഒരു കോംബോ എന്ന് പറയുന്നത് സ്പെഷ്യൽ കോംബോ, അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളെ പഴയ കാലത്തെ ഒരു ഇതാണ് നമ്മളെ നാട്ടിലേക്ക്. എൻ്റെ കോഴിക്കോട് ഞാൻ എവിടെയാണ് ശരിക്കും, അല്ലെങ്കിൽ ഞാൻ വടകരാണെന്നൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, പുതിയ വ്യൂവേഴ്സ് ആയിരിക്കും, അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഹൈലൈറ്റ് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ പാലാഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഹൈലൈറ്റ് മാളുള്ള സ്ഥലമാണ് പാലാഴി എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളെ വീട് വരുന്നത്. നമ്മൾ പാലായിയാണ്. അവിടെയൊക്കെ നമ്മളെ സ്ഥിരം ഉണ്ടാകുന്ന ഒരു കോംബോ ആണ് കേട്ടത്. ഈ ഒരു നെയ്ച്ചോറും ഇഷ്ടം, അതുപോലെ തന്നെ നമ്മളെ പത്തിരി, നിങ്ങൾ നൈസ് പത്തിരി എന്ന് പറയുന്ന പത്തിരി കറി, ഇതൊക്കെയാണ് നമ്മളെ സ്ഥിരം ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഈ ഒരു വടകര എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ, വടകര എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. എന്നെ കല്യാണം കഴിച്ചത് വടകരയൊക്കെയാണ് കേട്ടോ. പക്ഷേ വടകര വേറെ ബന്ധമുണ്ട്. എൻ്റെ ഉമ്മൻ്റെ നാട് വടകരാണ്. അപ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് പോയതിന് ശേഷം പഠിച്ചെടുത്ത വിഭവങ്ങളോ ഒന്നുമല്ല. അതെന്ന് വെച്ചാൽ ഉമ്മൻ്റെ നാടാണ്. അപ്പോൾ നമ്മളെ ഭക്ഷണം കോഴിക്കോട് ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ വടകര ഭക്ഷണമുണ്ട്. അതാണ് ഈ ഒരു രീതിയിലെത്തിയത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ബീഫ് ഫിസ്റ്റ് വിളമ്പാണ്. ഇത് വിളമ്പണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു കറി വേണ്ടി കേട്ടോ. പിന്നെ ഇത് പിറ്റേന്നൊക്കെ വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ കട്ടിയായിട്ട് വരികയും ചെയ്യും. ഇനിയിപ്പോൾ അതാ വെണ്ട മുളക് ഇട്ടത്, അതിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചത് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ടാവും, എന്നാൽ വെണ്ടയുണ്ടാവും. ആ ഒരു രീതിയിലാണ് വേണ്ടി കേട്ടോ. അല്ലാണ്ട് അങ്ങ് വറ്റിച്ചെടുക്കൂല ഈ ഒരു വെണ്ട മുളക് ഇട്ടതെന്ന് പറയുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. വെണ്ടയൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ വെക്കുന്ന ഒരു കറിയാണ് ഈ ഒരു വെണ്ട മുളക് ഇട്ടതെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നേക്കും അതിൻ്റെ പിറ്റേന്നേക്കും ഒക്കെ ഉണ്ടാവും. അന്ന് രാത്രി കിടക്കാൻ നേരം തിളപ്പിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് വെണ്ട മുളക് ഇട്ട് ഞാൻ വിളമ്പിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് കറിയും ഉണ്ടാവും, എന്നാൽ നല്ല കുറുകിയിട്ട് തന്നെ ഒരു ചാറോട് കൂടി തന്നെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ ഐറ്റം ചക്കര മാങ്ങ കേട്ടോ. നമ്മൾ നേരത്തെ വറവിട്ടതിന് ശേഷം മൂടി വെച്ചതാണിത്. ഇപ്പോഴാണ് ഞാനിത് ഇളക്കി കൊടുക്കണം കേട്ടോ. വറവിട്ടിട്ട് മൂടി വെച്ചതാണ്. ഇനിയിപ്പോൾ അത് അടിപൊളിയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറേ ദിവസം വെക്കുന്ന ഒരു കറി തന്നെയാണ് ഈ ഒരു ചക്കര മാങ്ങ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയിട്ട് പിറ്റേന്നൊക്കെയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. ഉണ്ടാക്കി ഉടനെ തന്നെ നല്ല ടേസ്റ്റാണ്, എന്നാലും പിറ്റേന്നൊക്കെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇത് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, വെറും ചോറിൻ്റെ കൂടെ, സാദാ ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ചക്കര മാങ്ങ എന്ന് പറയുന്നത് കേട്ടോ. കടുമാങ്ങൻ്റെ വേറൊരു വേർഷനാണിത്, മധുരം ചേർത്തിട്ടുള്ള വേറൊരു വേർഷനാണിത്. അപ്പോൾ അത് നമ്മളെല്ലാം ഇവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഐറ്റം ഇത്രയൊക്കെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മളെ നെയ്ച്ചോറും ബീഫ് ഇഷ്ടം, അതേപോലെ തന്നെ വെണ്ടയ്ക്കയും ചക്കര മാങ്ങയും. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പഴയ വീഡിയോസ്, ഒരു 600+ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാം ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതാ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കണ്ടുപോകാന്നല്ലാണ്ട് ലൈക്ക് ചെയ്യാൻ, ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ എന്താ അത്ര പ്രയാസം എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പോരാ. ആർക്കാ എന്തായാലും നഷ്ടമുള്ളത്? എനിക്ക് ലാഭമല്ലേ ഉള്ളൂ. എനിക്ക് എത്ര സന്തോഷമാണ് ഈ ഒരു ലൈക്ക് ബട്ടൺ കൂടുന്നത് കാണുമ്പോൾ. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.